എന്തിനാണ് നിലവിലുള്ള എം പി കൂടിയായ ഒരാൾ തുടർച്ചയായി ഇങ്ങനെ കള്ളം പറയുന്നത്? ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്, തിരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം മാത്രം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വ്യാജ വോട്ട്, വ്യാജ കാർഡ് എന്നെല്ലാം മലയാളികൾ കേൾക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിനെയുമാണ് ഓർമ്മിക്കുക എന്ന് ഞാൻ അടൂർ പ്രകാശിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വ്യാജ കാർഡിൻ്റെയൊക്കെ പേറ്റന്റ് സ്വന്തം കൂട്ടത്തിലുള്ളവർക്കാണ്, ഞങ്ങൾക്കാർക്കുമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടൂർ പ്രകാശിന് ഉറപ്പ് നൽകാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിർമ്മിച്ചെടുത്ത ആയിരക്കണക്കിന് വ്യാജ കാർഡുകൾ ആറ്റിങ്ങൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ അടൂർ പ്രകാശ് തയ്യാറാവുന്നു? എത്ര ഇടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കാർഡുകൾ അടിച്ചിറക്കിയത്? അതിൽ ആയിരക്കണക്കിന് കാർഡുകൾ ആറ്റിങ്ങലിലായിരിക്കുമല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി, സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചിറക്കിയ ആയിരക്കണക്കിന് ആറ്റിങ്ങലിലെ വ്യാജ കാർഡുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾക്കായി ഉപയോഗിക്കില്ലെന്ന ഉറപ്പ് നൽകാൻ അടൂർ പ്രകാശ് തയ്യാറാകുമോ? ഇതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അത് ഞങ്ങൾക്കാർക്കും ഈ പണിയില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് സമയം തികയാതിരിക്കുകയാണ്.